365 ബിസിനസ് റെഗുലേഷൻ ക്ലാസ്സസ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് എന്ന ടേമിനെ കുറിച്ചാണ്. എന്താണ് പെർഫോമൻസ് എന്നും പെർഫോമൻസ് ആർക്കാണ് ഡിമാൻഡ് ചെയ്യാൻ കഴിയുകയെന്നും ആർക്കാണ് പെർഫോം ചെയ്യാൻ കഴിയുകയെന്നും അതുപോലെ ടൈം ആൻഡ് പ്ലേസിന്റെ ഇമ്പോർട്ടൻസ് പെർഫോമൻസിൽ എന്താണ് എന്നും നമ്മൾ വിശദമായിട്ട് തന്നെ പരിശോധിക്കുകയുണ്ടായി. ആ സെഷൻസ് കേട്ടിട്ടില്ലാത്തവർ അത്തരം സെഷൻസ് കേട്ടതിന് ശേഷം ഈ ഒരു സെഷനിലേക്ക് വന്നാൽ നിങ്ങൾക്കൊരു കണക്ഷൻ ലഭിക്കുന്നതായിരിക്കും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ടെർമിനോളജീസ് ആണ്. ഒന്ന് പെർഫോമൻസ് ഓഫ് ജോയിന്റ് പ്രോമിസസ്, ദെൻ റെസിപ്രോക്കൽ പ്രോമിസ് ആൻഡ് അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. വിശദമായും വളരെ പെട്ടെന്ന് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് പെർഫോമൻസ് ഓഫ് ജോയിന്റ് പ്രോമിസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ജോയിന്റ് പ്രോമിസസ് എന്ന് പറഞ്ഞാൽ? when two or more persons enter into a joint contract with one or more persons, the promises under such contract are known as joint promises. അപ്പോ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളോടോ ചേർന്നുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അതിൽ ഏർപ്പെടുന്ന പ്രോമിസസിന് നമ്മൾ പറയുന്ന ഒന്നിൽ കൂടുതൽ വരുന്ന പ്രോമിസസിന് പറയുന്ന പേരാണ് ജോയിന്റ് പ്രോമിസസ് എന്ന് പറയുന്നത്. നോർമലി ഒരു കോൺട്രാക്റ്റിൽ ഒരു പ്രോമിസറും ഒരു പ്രോമിസിയറും ഉണ്ടാകുന്നത് ഈ കോൺട്രാക്റ്റിൽ ഒന്നിലധികം പ്രോമിസസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ സിറ്റുവേഷൻ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോമിസസ് ഉണ്ടാകുമ്പോൾ എന്താണ് ആ കോൺട്രാക്ട് പെർഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ റൂൾസ് ആണ് അതിന് ബാധകമായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഡെവല്യൂഷൻ എന്നുള്ള ടേമാണ്, അല്ലെങ്കിൽ പാസിംഗ് ഓർ ട്രാൻസ്ഫർ ഓഫ് ജോയിന്റ് ലയബിലിറ്റീസ്. ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു പ്രോമിസി ആയിട്ട് വരുമ്പോൾ അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഒരു ഒബ്ലിഗേഷൻ അവര് നിർവഹിക്കേണ്ടത്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി നിർവഹിക്കേണ്ടത്. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് അവര് നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തിൽ പറയുന്നു. വിശദീകരണം നിങ്ങൾ ശ്രദ്ധിക്കുക. when two or more persons have made a joint promise, then unless a contrary intention appears by the contract, all such persons during their joint lives and after the death of any of them, his representative jointly with the survivor or survivors, and after the death of the last survivor, the representatives of all jointly must perform the promise. വളരെ വിശദമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആണിത്. ജോയിന്റ് പ്രോമിസസ് എല്ലാവരും കൂടെ ചേർന്നാണ് കോൺട്രാക്ടിന്റെ ഒബ്ലിഗേഷൻസ് നിർവഹിക്കേണ്ടത്. അതാണ് all such persons during their joint life. ഇനി അതിനുശേഷം പറയുന്നു ആഫ്റ്റർ ഡെത്ത് ഓഫ് എനി ഓഫ് ദം. ആരെങ്കിലും ഒരാൾ മരിക്കുകയാണ്, ഏതെങ്കിലും ഒരു ജോയിന്റ് പ്രോമിസ് മരിക്കുകയാണെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവും മറ്റ് ജോയിന്റ് പ്രോമിസസും കൂടെ ചേർന്നാണ് ഇത് ചെയ്യേണ്ടത്. ഇനി എല്ലാ ജോയിന്റ് പ്രോമിസസും മരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് ഒരുമിച്ച് ആയിരിക്കണം ഈ പ്രോമിസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രോമിസസിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ് അത് നിർവഹിക്കണം. ഇതാണ് ഇതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ജോയിന്റ് പ്രോമിസിനെ സംബന്ധിച്ച ഒന്നാമത്തെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ റൂൾ എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തത് എനി ഓഫ് ദം ജോയിന്റ് പ്രോമിസസ് മേ ബി കമ്പൽഡ് ടു പെർഫോം. ചില സാഹചര്യങ്ങളിൽ ഒന്നിൽ കൂടുതൽ, ചിലപ്പോൾ 2 or 3 പ്രോമിസസ് ഉണ്ടാകുമ്പോൾ അതിൽ ആരെങ്കിലും ഒരാളാണ് ചിലപ്പോൾ പെർഫോമൻസ് ചെയ്യാൻ കമ്പൽഡ് ആയി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? when two or more persons make a joint promise, the promisee may, in the absence of express agreements to the contrary, compel any one or more of such joint promises to perform the whole promise. അപ്പോൾ പ്രോമിസി ഒന്നിൽ കൂടുതൽ പ്രോമിസുകൾ ഉള്ളപ്പോഴും ചില പ്രോമിസസിനോട് അവര് പെർഫോമൻസ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈച്ച് പ്രോമിസർ മേ കമ്പൽ കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈച്ച് ഓഫ് ദ 2 or more joint promisers may compel every other joint promises to contribute equally with himself to the performance of the promisee unless a contrary intention appears from the contract. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ബി സി 3 പേര് ചേർന്ന് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഡി ആണ് ഇതിന്റെ
അതർ സൈഡിലുള്ള പാർട്ടി. ഇപ്പൊ ഡി സിനെ അല്ലെങ്കിൽ ബിനെയോ മാത്രം കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെർഫോം ചെയ്യുക. ഒരുപക്ഷെ ചിലപ്പോൾ ആ വ്യക്തിയായിരിക്കാം ഡിക്ക് പരിചയമുള്ള ഒരു വ്യക്തി, അങ്ങനെ ആയിരിക്കാം ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു പ്രാക്ടിക്കൽ സിനാരിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഡി ബിനെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെർഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ബിക്ക് പെർഫോം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു, പെർഫോം ചെയ്യുകയാണ്. പക്ഷേ ബി മാത്രം അതിന്റെ എക്സ്പെൻസസ് ഷെയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ബിക്ക് എനെയും സിനെയും എന്ത് ചെയ്യാം, കമ്പൽ ചെയ്യാം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, ഈക്വൽ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ഏത് പോർഷനാണോ ആ പോർഷൻ അവർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഒരു വ്യക്തി മാത്രം കമ്പൽഡ് ആയിട്ട് വരികയാണെങ്കിലും ആ വ്യക്തിക്ക് മറ്റുള്ളവരെയും കൂടെ ആ കമ്പൽഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അയാളെ പ്രസ് ചെയ്യാനായിട്ട് കഴിയും, അല്ലെങ്കിൽ അവരെ അതിനു വേണ്ടിയിട്ട് സ്ട്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കമ്പൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ ഷെയർ ഓഫ് ലോസ് ബൈ ഡിഫോൾട്ട് ഇൻ കോൺട്രിബ്യൂഷൻ. If any one of two or more joint promisors have default in such contribution, the remaining joint promisors must bear the loss of arising from such default in equal shares. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസിൽ ABC ഉണ്ട്, 3 പേരാണ് ജോയിന്റ് പ്രോമിസേഴ്സ് ഉള്ളത്. പക്ഷേ ഫോർ എക്സാമ്പിൾ ബി ആണ് ആദ്യം അത് ഡെലിവർ ചെയ്തു, എന്നാൽ സിക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. സോ എ ആൻഡ് ബി ചേർന്നുകൊണ്ട് ആ ലോസ് അല്ലെങ്കിൽ സിയുടെ ഭാഗം, സിയുടെ പോർഷൻ അവർ തന്നെ ഷെയർ ചെയ്യേണ്ട സാഹചര്യം വരും. ഒരു കാരണവശാലും അതർ സൈഡിലുള്ള ഡിക്ക് ഒരു കാരണവശാലും പ്രശ്നം ഉണ്ടാകാൻ ഇടവരരുത് എന്നുള്ളതാണ്. ഷെയറിംഗ് ഓഫ് ലോസ് എന്നുള്ളതാണ് ഇതിൽ പഠിക്കുന്ന രണ്ടാമത്തെ കാര്യം. ഇനി നമ്മൾ മൂന്നാമത്തെ റൂളിലേക്ക് പോവാണ്. ഇഫക്റ്റ് ഓഫ് റിലീസ് ഓഫ് വൺ ജോയിന്റ് പ്രോമിസർ. ഒന്നിൽ കൂടുതൽ പ്രോമിസേഴ്സ് ഉള്ളപ്പോൾ ഈ പ്രോമിസറിനെ, ഏതെങ്കിലും ഒരു പ്രോമിസറിനെ ചിലപ്പോൾ അതിൽ നിന്ന് റിലീസ് ചെയ്തേക്കാം അതർ പാർട്ടി, അല്ലെങ്കിൽ പ്രോമിസി റിലീസ് ചെയ്തേക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. When two or more persons have made a joint promise, a release of one of such joint promisors by the promisee does not discharge the other joint promisor, neither does it free a joint promisor so release from responsibility to the other joint promisor or joint promisors. ഇവിടെ വരുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. For example, XYZ are joint promisors of a debt payable to S. എക്സും വൈയും സെഡും കൂടെ ചേർന്ന് ഒരു കടം കൊടുത്തു തീർക്കണം, എസിന് കൊടുക്കണം. ബട്ട് എസ് റിലീസ്ഡ് സെഡ് ഫ്രം ഹിസ് ലയബിലിറ്റി ആൻഡ് സ്യൂഡ് എക്സ് ആൻഡ് വൈ ഫോർ റിക്കവറി ഓഫ് ഡെറ്റ്. എസ് പല കാരണങ്ങൾ കൊണ്ട് സെഡിനെ ലയബിലിറ്റിയിൽ നിന്നും പിൻവലിച്ചു, എക്സിനും വൈക്കും മാത്രമായിട്ട് കേസ് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, neither X and Y can escape from the liability to the debt, nor the discharge from the liability to contribute to X and Y. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സിനും വൈക്കും ലയബിലിറ്റി മാറുന്നില്ല എന്ന് മാത്രമല്ല, സെഡിനും മാറുന്നില്ല. കാരണം എക്സ് ആൻഡ് വൈ, എക്സ് വൈ സെഡ് ചേർന്നുകൊണ്ട് ആണ് ഈ കോൺട്രാക്ട് എസുമായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും സെഡിന് അതിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ സെഡിന് എസിന് കാശ് കൊടുക്കേണ്ടി വരുന്നില്ല എന്നുള്ള സ്ഥിതിയാണ്, പക്ഷെ സെഡ് എക്സിനും വൈക്കും ഉള്ള ഈക്വൽ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇതാണ് റിലീസ് ചെയ്താൽ പോലും സംഭവിക്കുന്ന കാര്യം എന്നുള്ളത് നമ്മൾ നോക്കാം. ഇനി അടുത്തുന്നത് ഡെവല്യൂഷൻ ഓഫ് ജോയിന്റ് റൈറ്റ്സ് ആണ്. നമ്മൾ ആദ്യം നോക്കിയത് ഡെവല്യൂഷൻ ഓഫ് ജോയിന്റ് ലയബിലിറ്റീസ് ആണ്. ഇനി ജോയിന്റ് റൈറ്റ് എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. When a person has made a promise to two or more persons jointly, then unless contrary intention appears from the contract, the right to claim performance rests as between him and them, with them during their joint life, and after the death of any one of them, with the representative of such deceased person jointly with the survivor or survivors, and after the death of the last survivor with the representative of all jointly. നമ്മൾ ഡിവല്യൂഷൻ ഓഫ് ജോയിന്റ് ലയബിലിറ്റീസ് പറഞ്ഞതിന്റെ അതർ സൈഡാണ് ഡിവല്യൂഷൻ ഓഫ് ജോയിന്റ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ജോയിന്റ് പ്രോമിസേഴ്സിന്റെ അടുത്ത് നിന്ന് ഈ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്ത് കിട്ടുന്നതിനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? എല്ലാ ജോയിന്റ് പ്രോമിസേഴ്സിനെയും ഒരുമിച്ച് ആ റൈറ്റ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ഒരാൾ മരിക്കുകയാണെങ്കിൽ അവരുടെ സർവൈവർ,
എല്ലാവരും മരിക്കുകയാണെങ്കിൽ എല്ലാ സർവൈവേഴ്സും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ ഡ്യൂട്ടി പെർഫോം ചെയ്യേണ്ടി വരും. അപ്പോൾ അതർ പാർട്ടിക്ക് അതിന്മേലുള്ള റൈറ്റിനെയാണ് ഡെവല്യൂഷൻ ഓഫ് ജോയിന്റ് റൈറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് പെർഫോമൻസ് ഓഫ് ജോയിന്റ് പ്രോമിസസ് എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഡെവല്യൂഷൻ ഓഫ് ജോയിന്റ് ലയബിലിറ്റീസ്. 2, എനി വൺ ഓഫ് ദ ജോയിന്റ് പ്രോമിസേഴ്സ് കമ്പൽഡ് ടു പെർഫോം. 3, റിലീസ് ഓഫ് ജോയിന്റ് പ്രോമിസർ ആൻഡ് ഡെവല്യൂഷൻ ഓഫ് ജോയിന്റ് റൈറ്റ്സ്. ഈ 4 കാര്യങ്ങളാണ് ഈ ജോയിന്റ് പ്രോമിസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ വിശദമായ മറ്റൊരു ടേമിലേക്ക് പോവുകയാണ്. റെസിപ്രോക്കൽ പ്രോമിസസ് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. എന്താണ് റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് നോക്കാം. എ കോൺട്രാക്ട് കൺസിസ്റ്റ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ് വെൻ വൺ പാർട്ടി മേക്സ് എ പ്രോമിസ് to do or not to do something in the future in consideration of a similar promise made by the other party. പ്രോമിസ്, എല്ലാ പ്രോമിസിനും ഒരു സൈഡിൽ, രണ്ട് സൈഡിൽ നിന്നും പ്രോമിസ് വരുമ്പോഴാണ് നമുക്കൊരു കോൺട്രാക്ട് ഫുൾഫിൽ ആവുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ എ ആൻഡ് ബി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എ ഒരു ഗുഡ്സ് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു, ബി അതിന്റെ പണം കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇതാണ് റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നത്. അപ്പൊ ആ റെസിപ്രോക്കൽ പ്രോമിസസിൽ 2 പ്രോമിസും ഒരുപോലെ കൊടുക്കുന്ന സാഹചര്യം, അതിനാണ് നമ്മൾ റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നത്. Promises which form consideration or part of the consideration for each other are called reciprocal promises. 2 പേർക്കും ഈക്വൽ ആയിട്ട് എന്താണ് കൺസിഡറേഷൻ കിട്ടുന്ന സാഹചര്യം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ നമ്മളൊരു ഗുഡ്സ് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു, അതുപോലെ തന്നെ അതിന്റെ പണം മറ്റൊരാൾ തരുന്നു. അപ്പോൾ ഈ 2 പണം മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അപ്പൊ ഈ 2 സിറ്റുവേഷൻസിലും എനിക്കൊരു ഗുഡ്സ് കിട്ടുന്നു, മറ്റേയാൾക്ക് അതിന്റെ പണം ലഭിക്കുന്നു. അപ്പോൾ അയാൾക്ക് കൺസിഡറേഷൻ ആയിട്ട് പണം കിട്ടുന്നു, എനിക്ക് കൺസിഡറേഷൻ ആയിട്ട് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ് ലഭിക്കുന്നു. അപ്പൊ 2 പേർക്കും ഒരുപോലെ കൺസിഡറേഷൻ ലഭിക്കുന്ന ഒരു പ്രോമിസിനാണ് നമ്മൾ റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നത്. എല്ലാ കോൺട്രാക്റ്റുകളിലും റെസിപ്രോക്കൽ പ്രോമിസസ് ഉണ്ട്. പക്ഷേ അത് 3 തരത്തിലാണ്. ഇവിടുത്തെ പറയുന്നത് പോലെ 3 തരത്തിലാണ് റെസിപ്രോക്കൽ പ്രോമിസസ് വരുന്നത്. ഒന്ന്, സൈമൾട്ടേനിയസ് റെസിപ്രോക്കൽ പ്രോമിസസ്. അതെങ്ങനെയാണ്? Where 2 promises are to be performed simultaneously, they are known as mutual and concurrent. അതാണ് നമ്മൾ നോക്കേണ്ടത്, മ്യൂച്വൽ ആൻഡ് കൺകറന്റ്. മ്യൂച്വൽ ആൻഡ് കൺകറന്റിൽ സൈമൾട്ടേനിയസ് റെസിപ്രോക്കൽ ആണ്. ഞാനൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്നു, ഉടൻ തന്നെ അതിന്റെ പണം കൊടുക്കുന്നു. അപ്പൊ സൈമൾട്ടേനിയസ് ആണ്, 2 സൈമൾട്ടേനിയസ് ആണ്. നമ്മൾ നോർമലി ചെയ്യുന്ന പ്രോമിസസ് ആണ് അല്ലെങ്കിൽ കോൺട്രാക്ട് ആണത്. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നു, നമ്മൾ അതിന്റെ പണം കൊടുക്കുന്നു. നമ്മളൊരു ബസ്സിൽ സഞ്ചരിക്കുന്നു, അതിന്റെ പണം കൊടുക്കുന്നു. ഇതൊക്കെ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സൈമൾട്ടേനിയസ് റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് നമ്മൾ അതിനെ പറയും. എന്നാൽ മറ്റൊന്ന് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ആണ്. മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? When the promises are to be performed by each party independently without waiting for the other party to perform his promise, the promise are mutual and independent. അപ്പോൾ ഒരു വ്യക്തിയുടെ പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ മറ്റൊരു വ്യക്തി പെർഫോം ചെയ്യുക, അതിനാണ് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ്. 2 പേരും ചെയ്യണം, എന്നാൽ 2ഉം ഇൻഡിപെൻഡന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നിപ്പം വെനസ്ഡേ ആണ്. വെനസ്ഡേ ഒരു സാധനം വാങ്ങിക്കാമെന്ന് ഡെലിവറി ചെയ്യാമെന്ന് എന്നോട് ഒരാൾ പ്രോമിസ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് വെനസ്ഡേ ഞാൻ അതിന്റെ പണം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വെനസ്ഡേ ആണ് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഈവൻ ദോ ഐ എം നോട്ട് റെഡി ടു പേ ഫോർ ദ മണി, pay money for the delivering person, he is supposed to make the delivery. കാരണം എന്തുകൊണ്ടാണ്? അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോൺട്രാക്ട് ആണ്. ആ വെനസ്ഡേ ഡെലിവർ ചെയ്യാനായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അന്ന് ഡെലിവർ ചെയ്തേ പറ്റൂ. നെക്സ്റ്റ് വെനസ്ഡേ ഞാൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഡെലിവർ ചെയ്യാം, പൈസ കൊടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് ഡെലിവർ ചെയ്യണം. അപ്പൊ 2ഉം ഇൻഡിപെൻഡന്റ് ആണ്. ഞാൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയതല്ല അദ്ദേഹം അത് ചെയ്യേണ്ടത്. എന്നാൽ ഇതിന്റെ വേറൊരു സിറ്റുവേഷൻ ആണ് മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത്. Where the performance of one party depends on the prior performance of the other party, the promises are mutual and dependent. For example, എനിക്ക് ഒരു വീട് പണിത് തരാമെന്നൊരു കോൺട്രാക്ട് പറയുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറയുന്നു, ഒരു ഫിക്സഡ് റേറ്റിൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള പണം തരാമെന്ന് പറയുകയാണ്. പക്ഷെ അദ്ദേഹം വീട് പണിതാൽ മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഞാൻ പണം കൊടുക്കേണ്ട സാഹചര്യമുള്ളൂ. സോ മൈ പെർഫോമൻസ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഹിസ് പെർഫോമൻസ്, അല്ലെ?
അദ്ദേഹം വീട് പണയുന്നുവെങ്കിലേ ഞാനത് പണയേണ്ട ആവശ്യം, പണം കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ 3 സിറ്റുവേഷൻസ് ആണ് റെസിപ്രോക്കൽ പ്രോമിസസിനുള്ളത് എന്ന് പറയാൻ കഴിയും. ഇനി ഈ റെസിപ്രോക്കൽ പ്രോമിസസ് പെർഫോം ചെയ്യേണ്ട റൂൾസ് എന്താണ്? റൂൾസ് ഫോർ പെർഫോമിംഗ് ദി റെസിപ്രോക്കൽ പ്രോമിസസ് എന്തൊക്കെയാണ്? 6 തരം നിയമങ്ങളാണ് നമുക്കതിൽ പാലിക്കേണ്ടതായിട്ട് വരുന്നത്. ഒന്ന്, സൈമൾട്ടേനിയസ് പെർഫോമൻസിനെ സംബന്ധിച്ച് സെക്ഷൻ 51 എന്താണ് പറയുന്നത്? When a contract consists of reciprocal promises to be simultaneously performed, the promisor need not perform his promise unless the promisee is ready and willing to perform his reciprocal promise. ഇപ്പൊ സൈമൾട്ടേനിയസ് പെർഫോമൻസിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രോമിസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാനിപ്പോ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് ആ ഗുഡ്സ് ഡെലിവർ ചെയ്യണം, ഞാൻ പണം കൊടുക്കണം. ഇതാണ് ഇവിടെ സംഭവിക്കേണ്ടത്. പക്ഷേ എനിക്കത് വാങ്ങിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ അദ്ദേഹം അത് ഡെലിവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അദ്ദേഹം എനിക്കത് തരാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഞാൻ അതിന് പണം കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൽ പറയുന്ന കാര്യം. അപ്പൊ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ദ വില്ലിംഗ്നെസ് ടു പെർഫോം റെസിപ്രോക്കൽ പ്രോമിസ് ആണ്. വില്ലിംഗ്നെസ് ടു പെർഫോം റെസിപ്രോക്കൽ പ്രോമിസ്. ഞാൻ പണം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം അദ്ദേഹം എനിക്ക് ഗുഡ്സ് തന്നാൽ മതി. ഞാൻ ഗുഡ്സ് വാങ്ങിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം അദ്ദേഹം അതിന്റെ പണം സ്വീകരിച്ചാൽ മതി. ഇതാണ് ഇതിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്താണ്? ഓർഡർ ഓഫ് പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ്. എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്? ഏത് ഓർഡറിലാണ് പ്രോമിസ് പെർഫോം ചെയ്യേണ്ടത്? Where the order in which reciprocal promises are to be performed is expressly fixed by the contract, they shall be performed in that order. And where the orders is not expressly fixed by the contract, they shall be performed in that order which the nature of transaction requires. അപ്പോൾ ഏത് ഓർഡറിലാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കോൺട്രാക്റ്റിൽ ഒരുപക്ഷെ സ്പെസിഫിക്കലി എക്സ്പ്രസ്ലി ഫിക്സ് ചെയ്തിരിക്കും. അങ്ങനെയെങ്കിൽ ആ ഓർഡറിൽ തന്നെ പെർഫോം ചെയ്യണം. ഇനി പെർഫോം ചെയ്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും അതിന്റെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട് പണിത് കഴിഞ്ഞിട്ട് അതിന് പണം കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ നമ്മൾ ഗുഡ്സ് അദ്ദേഹം നമുക്ക് പാക്ക് ചെയ്ത് തന്നതിന് ശേഷമാണ് നമ്മൾ അതിന്റെ പണം കൊടുക്കുന്നത്. ചില സിറ്റുവേഷൻസിൽ ഡിഫറൻറ്റുമാണ്. ഇപ്പൊ ചില ഹോട്ടൽസിൽ നമ്മൾ ചെല്ലുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയും, വളരെയധികം തിരക്കുള്ള ഒരു ഹോട്ടലാണെങ്കിൽ അവർ പറയും നിങ്ങൾ ടോക്കൺ എടുത്തതിന് ശേഷമേ ഞങ്ങൾക്ക് നിങ്ങൾ ഫുഡ് തരുള്ളൂ എന്ന് പറയും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ സ്പെസിഫിക്കലി ഓർഡർ ഓഫ് പെർഫോമൻസ് മെൻഷൻഡ് ആണ്. ആ രീതിയിൽ മാത്രമേ നമ്മളത് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് അതിൽ പറയുന്നത്. ഇപ്പോൾ ഓർഡർ ഓഫ് പെർഫോമൻസ് ആണ് രണ്ടാമത് നോക്കുന്നത്. 3, ദ ലയബിലിറ്റി ഓഫ് പാർട്ടി പ്രിവെന്റിംഗ് ഇവന്റ് ഓൺ വിച്ച് ദ കോൺട്രാക്ട് ഈസ് ടു ടേക്ക് ഇഫക്റ്റ്. അപ്പോ പ്രിവെന്റ് ചെയ്യാണ്, ഏതെങ്കിലും ഒരു പെർഫോമൻസിനെ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? When a contract contains reciprocal promises and one party of the contract prevents the other from performing his promise, the contract becomes voidable at the option of the party so prevented, and he is entitled to compensation from the other party for any loss which he may sustain as a consequence of the non-performance of the contract. ഇപ്പൊ രണ്ടുപേര് ചേർന്ന് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്, റെസിപ്രോക്കൽ പ്രോമിസുമാണ്. പക്ഷേ ഒരു വ്യക്തി തന്റെ ഡ്യൂട്ടി പെർഫോം ചെയ്യാനായിട്ട് ആരംഭിച്ചു അല്ലെങ്കിൽ പെർഫോം ചെയ്തു, പക്ഷെ അതിൽ അദ്ദേഹത്തെ പ്രിവെന്റ് ചെയ്യാണ് മറ്റൊരു വ്യക്തി. നിങ്ങൾ ഇപ്പോൾ പെർഫോം ചെയ്യേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പെർഫോമൻസ് വേണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിൽ പെർഫോം ചെയ്യാൻ ആരംഭിച്ച വ്യക്തിക്ക് ആ കോൺട്രാക്റ്റിൽ നിന്നും അത് വോയിഡബിൾ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ വോയിഡ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ള സാഹചര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി നമ്മൾ സാധനം ഓർഡർ ചെയ്യുന്നു. ഈസ് ഓൾമോസ്റ്റ് പ്രിപ്പയർഡ്, അദ്ദേഹം എല്ലാം നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനോട് നമ്മൾ പറയുകയാണ്, പിന്നീട് നമ്മൾ പറയാണ് ഫുഡ് എനിക്ക് വേണ്ട അല്ലെങ്കിൽ എനിക്ക് ആ ഫുഡ് വേണ്ട എന്ന് നമ്മൾ പറയുമ്പോൾ വി ആർ പ്രിവെന്റിങ് ഹിം ഫ്രം പെർഫോമിങ് ഹിസ് പ്രോമിസ്. സോ ഹി ഈസ് ഹാവിങ് ദ റൈറ്റ് ടു മേക്ക് ദ കോൺട്രാക്ട് വോയിഡബിൾ. ഇത് ഞാനൊരു ലൈറ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സിറ്റുവേഷൻസിലും ഇതിനെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദി എഫക്ട് ഓഫ് നോൺ പെർഫോമൻസ് ബൈ ദ പാർട്ടി ഹു ഈസ് ടു പെർഫോം ഫസ്റ്റ്. ആദ്യം പെർഫോം ചെയ്യേണ്ടിരുന്ന ആള് പെർഫോം ചെയ്തില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? സെക്ഷൻ 54 എന്താണ് പറയുന്നത്? When a contract consists of reciprocal promises such that
one of them cannot be performed, or that its performance cannot be claimed till the other has been performed, and the promisor of the promise last mentioned fails to perform it, such promisor cannot claim the performance of the reciprocal promise and must make compensation to the other party to the contract for any loss which such other party may sustain by the non-performance of the contract. ഇപ്പോൾ ആദ്യം പെർഫോം ചെയ്യേണ്ട ആള് പെർഫോം ചെയ്താൽ മാത്രമേ ആ കോൺട്രാക്ട് ഒരു പക്ഷേ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുള്ളൂ. എന്നാൽ അദ്ദേഹം അത് പെർഫോം ചെയ്യുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ രണ്ടാമത് പെർഫോം ചെയ്യേണ്ട ആളുടെ പെർഫോമൻസിന് വേണ്ടി ഡിമാൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, രണ്ടാമത് പെർഫോം ചെയ്യേണ്ട ആൾക്ക് വരുന്ന നഷ്ടങ്ങൾ നികത്തി കൊടുക്കാനായിട്ട് ആദ്യം പെർഫോം ചെയ്യേണ്ട ആള് ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ 4 നിയമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചു. ഇനി അഞ്ചാമത്തത്, റെസിപ്രോക്കൽ പ്രോമിസ് ടു ഡു തിങ്സ് ലീഗൽ ആൻഡ് ഓൾസോ അതർ തിങ്സ് ഇല്ലീഗൽ. സെക്ഷൻ 57 പറയുന്ന കാര്യമാണ്. Where persons reciprocally promise firstly to do certain things which are legal, and secondly under specified circumstances to do certain other things which are illegal, the first set of promise is a contract, but the second is a void agreement. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വീട് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ദാറ്റ് ഈസ് എ ലീഗൽ തിങ്. അതിന് ഇവിടെ ഇന്ത്യയിൽ ഒരു തടസ്സവും ഇല്ല. പക്ഷേ ദ സെക്കൻഡ് പാർട്ട് ഈസ് ദ പർപ്പസ്, അല്ലെങ്കിൽ ഇത് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആള് അത് എടുക്കുന്നത് ഒരുപക്ഷെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഗാംബ്ലിങ്ങിനോ ഒക്കെ വേണ്ടിയാണ് അത് എടുക്കുന്നതെങ്കിൽ ദാറ്റ് പാർട്ട് ഈസ് ഇല്ലീഗൽ. രണ്ടാമത്തെ പാർട്ട് ഇല്ലീഗലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രോമിസ്, റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. എന്നാൽ ഞാൻ കൊടുത്തിരിക്കുന്ന എന്റെ പ്രോമിസ് ലീഗലാണ്. അപ്പൊ രണ്ടാമത്തെ പോർഷൻ ഇവിടെ വോയിഡ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കോൺട്രാക്ട് മൊത്തത്തിൽ തന്നെ വോയിഡ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം അവിടെ പെർഫോമൻസ് നടക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി അടുത്ത ഒരു സിറ്റുവേഷൻ നോക്കാം. നമുക്ക് എന്താണെന്ന് നോക്കാം. Alternative promise, one branch being illegal. In this case of an alternative promise, one branch of which is legal and other illegal, the legal branch alone can be enforced. For example, ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് കൊടുക്കാൻ സമ്മതിക്കുകയാണ്. ഇപ്പൊ ഒരു പക്ഷേ ഒരു റൈസോ അല്ലെങ്കിൽ വീറ്റോ എന്തുമാകാം, ഞാൻ ഡെലിവർ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ അതിന്റെ അതർ സൈഡിൽ വരുന്നത് ഹി വിൽ ഗീവ് മീ ബാക്ക് മണി വിച്ച് ഈസ് ഇല്ലീഗൽ. മനസ്സിലായോ? ചിലപ്പോൾ അദ്ദേഹം ഒരു ബ്ലാക്ക് മണി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്മഗിൾഡ് പ്രോഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്മഗിൾഡ് ഗോൾഡ് ആയിരിക്കാം. ആ സ്മഗ്ലിങ്ങിൽ കൂടെ അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ കൂടെ തരുന്ന ഒരു പണമാണ് എനിക്ക് തരാമെന്ന് പറയുന്നതെങ്കിൽ അതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ലീഗൽ ബ്രാഞ്ച് അലോൺ ക്യാൻ ബി എൻഫോഴ്സ്ഡ് എന്ന് പറയാം. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ രണ്ടും തമ്മിൽ തൊട്ടു മുമ്പ് പറഞ്ഞ പോയിന്റുമായിട്ട് നമുക്ക് വ്യത്യാസപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ വാട്ട് ഹിസ് സോഴ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഇത് തരുന്നത് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, പലർക്കും പറ്റുന്ന ഒരു അപകടമാണിത്. ഇല്ലീഗൽ ആയിട്ടുള്ള പല ട്രാൻസാക്ഷൻസിൽ ഒരു സൈഡിൽ ഏർപ്പെടുമ്പോൾ ആ വ്യക്തിയിൽ നിന്നും അത് പെർഫോം ചെയ്യാനായിട്ട് ആവശ്യപ്പെടാനായിട്ട് നിയമപരമായിട്ട് നമുക്ക് പലപ്പോഴും കഴിയാതെ വരുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇല്ലീഗൽ ആയിട്ടുള്ള സോഴ്സിൽ കൂടെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറയുന്നു, പക്ഷെ അയാൾ അതിന്റെ പണം തരുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള മാർഗമാണെങ്കിൽ അതിനെ നമുക്ക് ഒരു കോടതിയിലെ കേസിൽ നമുക്ക് വാദിച്ചുകൊണ്ട് എനിക്ക് ആ പണം തരാനായിട്ട് പറയാണ്ട് കഴിയില്ല. കാരണം അതിൽ നമ്മളും ഒരുപക്ഷെ പ്രതിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ ഇങ്ങനത്തെ 6 സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഈ ഒരു റെസിപ്രോക്കൽ പ്രോമിസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടേമിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ നോക്കാം. അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട് എന്താണ് എന്ന് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടു എ തേർഡ് പാർട്ടി. നമ്മളുടെ കോൺട്രാക്ടിന്റെ ഭാഗമായിട്ടുള്ള റൈറ്റും ലയബിലിറ്റിയും മറ്റൊരു വ്യക്തിക്ക്, തേർഡ് പാർട്ടിക്ക് നമ്മൾ കൊടുക്കുന്നതിനെയാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഏത് സാഹചര്യത്തിലാണെങ്കിൽ ഏത് രീതിയിലാണ് അസൈൻമെന്റ് നടക്കുന്നത് നോക്കാം. ഒന്ന്, ബൈ ആൻ ആക്ട് ഓഫ് പാർട്ടീസ്, ആൻഡ്
by the operation of law. നമ്മളുടെ ആക്ഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ആക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് മറ്റൊരു ആൾക്ക് ഇത് കൊടുക്കാം, അല്ലെങ്കിൽ ചില നിയമവശങ്ങളുടെ ഭാഗം ഓപ്പറേഷൻ ഓഫ് ലോയുടെ ഭാഗമായിട്ട് ഒരു പക്ഷെ നമ്മൾ ഇത് കോൺട്രാക്ച്വൽ റൈറ്റ്സ് മറ്റൊരാൾക്ക് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അസൈൻമെന്റ് ബൈ ആക്ട് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നത്? ഇറ്റ് ടേക്സ് പ്ലേസ് വെൻ ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട് ദെംസെൽഫ് മേക്ക് ദി അസൈൻമെന്റ്. കോൺട്രാക്റ്റിൽ പാർട്ടീസ് ആയിട്ടുള്ള ആളുകൾ തന്നെ മറ്റൊരു വ്യക്തികൾക്ക് ഇത് അസൈൻ ചെയ്ത് കൊടുക്കുന്ന സാഹചര്യത്തെയാണ് അസൈൻമെന്റ് ബൈ ആക്ട് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കോൺട്രാക്ട്സ് ഇൻവോൾവിംഗ് പേഴ്സണൽ എബിലിറ്റീസ് ഓഫ് സ്കിൽ ഓർ എനി അതർ പേഴ്സണൽ ക്വാളിഫിക്കേഷൻസ് കനോട്ട് ബി അസൈൻഡ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സിംഗറാണ്, അല്ലെങ്കിൽ ഞാനൊരു റൈറ്ററാണ്, അല്ലെങ്കിൽ ഞാനൊരു ഫിലിം ഡയറക്ടറാണ്, ഞാനൊരു പെയിന്ററാണ്. എൻ്റെ പേഴ്സണൽ എബിലിറ്റിയാണ് അല്ലെങ്കിൽ സ്കില്ലാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അത് എനിക്ക് മറ്റൊരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയില്ല. എൻ്റെ പേഴ്സണൽ സ്കില്ല് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലും മറ്റൊരാൾക്ക് ലയബിലിറ്റി കൊടുക്കാൻ കഴിയില്ല. ഇനി മറ്റൊന്ന്, എ പ്രോമിസി കനോട്ട് ബി കമ്പൽഡ് ടു ആക്സെപ്റ്റ് തേർഡ് പേഴ്സൺ ടു പെർഫോം ദ പ്രോമിസ്. അപ്പോൾ തേർഡ് പേഴ്സൺ നമുക്ക് ഒരിക്കലും കമ്പൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. സിറ്റുവേഷൻ നോക്കാം. A owes ₹5,000 to B and B owes the same to C. A ബിക്കും B സിക്കും പണം കൊടുക്കാനുണ്ട്. B cannot ask C to recover it from A unless there is another contract between A and C for the purpose. B സിക്ക് കൊടുക്കാനുള്ള പണം എയിൽ നിന്ന് വാങ്ങിക്കൊള്ളാനായിട്ട് ബി പറയാണ്. പക്ഷേ അത് ഒരിക്കലും സാധ്യമല്ല. തേർഡ് പേഴ്സണിൽ നിന്നും അത് റിക്കവർ ചെയ്യണമെന്ന് പറയാനായിട്ട് സാധിക്കില്ല അൺലെസ് ദർ ഈസ് എ കോൺട്രാക്ട്. അപ്പോൾ കോൺട്രാക്ച്വൽ ലയബിലിറ്റി 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പേഴ്സണൽ സ്കില്ലുള്ളത് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അസൈൻ ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തത്, നമ്മളുടെ തേർഡ് പേഴ്സണെ ഒരിക്കലും കമ്പൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തെ സിറ്റുവേഷൻ അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആണ്. The rights and benefits under a contract cannot be assigned if they are of personal nature. പേഴ്സണൽ നേച്ചറിലുള്ള ഒരു കാര്യവും നമുക്ക് നമ്മുടെ റൈറ്റും, അതായത് നമ്മൾ തന്നെ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒരിക്കലും പേഴ്സണൽ നേച്ചർ നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റുകളാണ്, അതൊരിക്കലും നമുക്ക് മറ്റൊരാളിൽ നിന്നും ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. An auctionable claim can be assigned only by the instrument in writing. നമുക്ക് കിട്ടേണ്ട ചില റൈറ്റ്സ് ഓപ്ഷണബിൾ ക്ലെയിമിൽ കൂടെ കിട്ടുന്നതാണെങ്കിൽ അത് മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കണമെങ്കിൽ അത് റിട്ടൺ ആയിട്ടുള്ള എഗ്രിമെന്റ് അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റിൽ കൂടെ മാത്രമേ അത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഇനി അസൈൻമെന്റ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ചില നിയമ കാരണങ്ങളാൽ, ചില കോടതി വ്യവഹാരങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് അസൈൻമെന്റ് നടത്തേണ്ട സാഹചര്യം വരും. അതെന്താണെന്ന് നോക്കാം. ഒന്ന്, ഡെത്തിന്റെ സിനാരിയോ ആണ്. The rights and obligations of the deceased party pass on to his legal representative. മരണത്തിന് ശേഷം, ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ റൈറ്റ്സും ലയബിലിറ്റീസും മറ്റ് ലീഗൽ റെപ്രസെന്റേറ്റീവ്സിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നുള്ളതാണ്. എക്സെപ്റ്റ് ലോസ് ഓഫ് പേഴ്സണൽ നേച്ചർ, ചില വ്യക്തിപരമായ നഷ്ടങ്ങൾ ഒഴിച്ചു ബാക്കി ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫാമിലി ലോസ് എല്ലാം തന്നെ അദ്ദേഹം കൈമാറ്റം ചെയ്യേണ്ടി വരും. ഇനി ഇൻസോൾവൻസിയുടെ കേസ് എങ്ങനെയാണ്? അദ്ദേഹം ഒരു പാപ്പരാവുന്ന സാഹചര്യത്തിൽ the rights and obligations of the insolvent parties pass on to the official receiver or assignee. അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങളൊക്കെ തന്നെ ഒഫീഷ്യൽ റിസീവർ എന്ന് പറയുന്നത് കോടതി നിയമിക്കുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന് പാസ് ഓൺ ചെയ്യേണ്ടി വരും. അദ്ദേഹമായിരിക്കും പിന്നീട് അദ്ദേഹത്തിന്റെ ഒബ്ലിഗേഷൻസും റൈറ്റ്സും ഒക്കെ എങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. അപ്പോൾ ഇന്ന് വിശദമായി നമ്മൾ പരിശോധിച്ച 3 കാര്യങ്ങൾ. ഒന്ന്, ജോയിന്റ് പ്രോമിസ് എന്ന് പറയുന്നത് എന്താണെന്നും അതിന്റെ റൂൾസ് പഠിച്ചു. അതോടൊപ്പം തന്നെ റെസിപ്രോക്കൽ പ്രോമിസും അതിന്റെ റൂൾസും പഠിച്ചു. അസൈൻമെന്റ് എന്താണെന്നും വിവിധ തരത്തിലുള്ള അസൈൻമെന്റ്സ് ഏതാണെന്നും നമ്മൾ പഠിച്ചു. വിശദമായി പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് എന്താണെന്ന് നമ്മൾ 3 പാർട്ടായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്താൽ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഈസി ലേൺ 365.